ഉമറിന്റെ ശരീരം ഉറങ്ങിപ്പോകൂല. എനിക്കുറപ്പുണ്ട്, ഉറങ്ങൂല. തഹജ്ജുദിന് എഴുന്നേൽക്കാതെ ഉറങ്ങൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഥവാ ഞാൻ ഉറങ്ങിപ്പോയെങ്കിൽ എന്റെ വിത്ർ നഷ്ടപ്പെട്ടാലോ, അക്കാരണം കൊണ്ട് നേരത്തെ വിത്ർ നിസ്കരിച്ച് കിടക്കുന്നു. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് വേറെ നിസ്കരിക്കുന്നു. ഇരിക്കട്ടെ, രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സപ്പോർട്ട് നൽകി. രണ്ടും ശരിയായ മൻഹജ് തന്നെ, ശരിയായ മദ്ഹബ് തന്നെ. രണ്ടിനും പ്രത്യേകം ന്യായങ്ങളുണ്ട്. ഇരിക്കട്ടെ, ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസവും തഹജ്ജുദ് ഒഴിവാക്കാത്ത ആളാണ്. പക്ഷേ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അതേ, ഞാൻ വലിയ തഹജ്ജുദ്കാരനല്ലേ, ഞാൻ വളരെ നേരത്തെ ഉള്ള പ്രവർത്തകനല്ലേ, ഞാൻ സുന്നത്തൊഴിക്കാത്തവനല്ലേ, ഞാൻ സുന്നത്തൊഴിക്കുന്നവനെ വെറുതെ വിടാത്തവനല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതാ സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിന്ന് നിസ്കരിക്കുമ്പോൾ കുത്തുകൊണ്ടിട്ടെടുത്ത് കൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് വെച്ചോ ഓ സഹോദരന്മാരെ പൊട്ടിക്കരയുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിക്കൂ, നിങ്ങൾ വളരെ നേരത്തെ ഇസ്ലാമിൽ മെമ്പർ അല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കാരണം ബുഖാരിയിലുണ്ടല്ലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസർജനത്തിന് പോയി തിരിച്ചു വരുമ്പോ ആവശ്യപ്പെട്ടതിന്റെ പേരിലല്ല, നബി തങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നബി തങ്ങൾ വന്നപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം നൽകുകയാണ്. പറയാതെ തന്നെ ബഹുമാനാദരവോടെ ഖിദ്മത്തിന് വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പിടിച്ചു കൂട്ടിയിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, നീ ഖുർആൻ ഈ ചെറുപ്പക്കാരനായ വ്യക്തിക്ക് നീ പഠിപ്പിക്കണേ അല്ലാഹ് എന്നിങ്ങനെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ സഹാബത്തിൽ ഉണ്ടെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവെന്ന പവർ ലഭിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം സ്പെഷ്യലായി വാങ്ങിയ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനല്ലേ മുതഅല്ലിമീങ്ങളെ. ആ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വലിയ തഹജ്ജുദ് നിസ്കരിച്ച ആളല്ലേ എന്നല്ല, നിങ്ങൾ വളരെ നേരത്തെ പ്രവർത്തന രംഗത്തുണ്ടല്ലോ എന്നല്ല, നിങ്ങൾ വളരെ നന്നായി ദീനുൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ എന്നല്ല പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി നിങ്ങൾ കൂട്ടുജീവിതം നയിച്ചിട്ട് മഹാനവറുകളെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സർവ്വ മുഅ്മിനീങ്ങളെ പൊരുത്തവും നിങ്ങൾക്കുണ്ടല്ലോ. മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ പൊരുത്തം, സയ്യിദന്മാരെ പൊരുത്തം, ആലിമീങ്ങളെ പൊരുത്തം, പ്രായമുള്ളവരുടെ പൊരുത്തം, ബാപ്പയുടെ പൊരുത്തം, ഉമ്മയുടെ പൊരുത്തം, അമ്മാവന്റെ പൊരുത്തം, അതേ ബാപ്പയുടെ ചേട്ടന്റെയും അനുജന്റെയും പൊരുത്തം, അതേ ബാപ്പന്റെ പെങ്ങളെ പൊരുത്തം, ഉമ്മാന്റെ ചേട്ടത്തി അനുജത്തിമാരെ പൊരുത്തം, മുഅ്മിനീങ്ങളെ പൊരുത്തം, അത് മനുഷ്യന്റെ എല്ലാ നന്മക്കും കാരണമാണ് കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് കണ്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടി. അതിനുശേഷം മറ്റുള്ള സഹാബികളുമായി ബന്ധപ്പെട്ട് ജീവിച്ചപ്പോ അവരെ പൊരുത്തവും നിങ്ങൾക്കുണ്ടല്ലോ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കരയേണ്ടതില്ല. അപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? അതൊന്നും എന്റെ പവറല്ല ഇബ്നു അബ്ബാസേ,
ദാലിക മന്നും മന്നല്ലാഹു അലയ്യ ബിഹി, അതൊക്കെയും എന്റെ രാജാവ് തന്ന അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിന് പ്രിയം വെച്ച അടിമ, അള്ളാഹുവിൽ ലയിച്ച അടിമ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച അടിമ, ആ അടിമക്കൊന്നും അവന്റേതായി കാണാനില്ല. അതൊക്കെയും എന്റെ റബ്ബെനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്, എന്റെ റബ്ബെനിക്ക് തന്ന മഹത്വങ്ങളാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഓ ഇബ്നു അബ്ബാസേ, അതെല്ലാം റബ്ബ് തന്ന അനുഗ്രഹം. പടച്ചവന്റെ കോടതിയിൽ ഉമറിനെ കൊണ്ടുപോയി വിചാരണ ചെയ്യുമ്പോ ഈ ലോകവും ലോകത്തുള്ളത് മുഴുവനും ഉമറിന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെയും കൊടുത്ത് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഉമർ അതിന് പരിശ്രമിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ലോകമല്ലല്ലോ. ഞാൻ എന്തെല്ലാമോ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ആ സൽക്കർമ്മങ്ങളൊക്കെയും എന്നിൽ വല്ല അപാകതയും വന്നെങ്കിൽ അത് പൊറുക്കപ്പെടാൻ കാരണമാകുന്ന വിധം എനിക്ക് ഇങ്ങോട്ടൊരു തെറ്റും എന്നിലേക്ക് പൊറുക്കപ്പെടാതെ ബാക്കിയില്ലാതെ നിലനിൽക്കുന്നുവെങ്കിൽ, എന്റെ ദോഷങ്ങളൊക്കെയും മാപ്പ് കിട്ടുന്നുവെങ്കിൽ രക്ഷപ്പെട്ടത് തന്നെ. ഓ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സംഘടനാ പ്രവർത്തകരെ, നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാലും ശരി, എത്ര വെയിൽ അതാ കൊണ്ടാലും ശരി, മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ യതീം കുട്ടികളെ ഖിദ്മത്താണ്, മുതഅല്ലിമീങ്ങളെ ഖിദ്മത്താണ്, ആലിമീങ്ങളെ ഖിദ്മത്താണ്, സയ്യിദന്മാരെ ഖിദ്മത്താണ്. അതെല്ലാവരെ പൊരുത്തവും ദുആയും കിട്ടാനുള്ള വഴിയാണ്. കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാരെ, സമ്മേളനം ഗംഭീരമായി നടക്കുമ്പോ കിലോമീറ്ററുകളോളം അകലെ നിങ്ങൾക്ക് സമ്മേളനം കാണാൻ കഴിയാതെ നിങ്ങളതാ പട്ടിണി കിടന്നിട്ടും വെള്ളം കിട്ടാതെയും ബുദ്ധിമുട്ടുമ്പോ നിങ്ങൾ അല്പവും വിഷമിക്കേണ്ടതില്ല. അതെ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നിങ്ങളെ പ്രവർത്തനം? അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മസ്കൂറാ. ആഖിറൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, അവരെ പ്രവർത്തനത്തിനൊക്കെയും അല്ലാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. അതേ സമയത്ത് സ്ഥാനമാനം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ, അതുപോലെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അതേ, ആരെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതേ മറ്റെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഇവിടെയുള്ള കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വല്ലവനും പ്രവർത്തിച്ചാൽ, മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാതെ, അവന്റെ തൃപ്തി ലക്ഷ്യം വെക്കാതെ, അതേ വല്ലവനും മൻകാന യുരീദുൽ ആജിലത, ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ, ഇവിടെയുള്ള പവറുകളോ, ഇവിടെയുള്ള കൈപിടിക്കലോ, കൈപിടിച്ച് ചുംബിക്കലോ, ഇവിടെയുള്ള മണക്കലോ, നാട്ടലോ, ഇവിടെയുള്ള ആളുകളുടെ തക്ബീറോ, കയ്യടിയോ, എഴുന്നേറ്റ് നിൽക്കലോ, ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ ചിന്തിച്ച് വല്ലവനും പ്രവർത്തിച്ചാൽ, മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. എന്തൊരധികാരത്തിന്റെ സ്വരമാണ് റബ്ബ് പറഞ്ഞത്. അജ്ജൽനാ ലഹു, അവന് ഇവിടെ തന്നെ നമ്മൾ കൊടുത്തേക്കും. പക്ഷേ അവൻ ഉദ്ദേശിച്ചത് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. നമ്മൾ ഉദ്ദേശിച്ചവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ അങ്ങ് കൊടുത്തേക്കും, ഇവിടെ പവറൊക്കെ ലഭിച്ചേക്കും. പക്ഷേ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. മനസ്സ്
മനസ്സിൽ ഞാൻ തരക്കേടില്ലെന്നോ, ഞാൻ വലിയവനാണെന്നോ, ഞാനതാ ദുആക്ക് ഉത്തരം കിട്ടുന്നവനാണെന്നോ, ഞാൻ ജനങ്ങൾക്കിടയിൽ ആദരവുള്ളവനാണെന്നോ, ജനങ്ങൾ എന്നെ ബഹുമാനിക്കണമെന്നോ, സ്ഥാനം വേണമെന്നോ, അല്ലെങ്കിൽ പണം വേണമെന്നോ, പവർ വേണമെന്നോ മനസ്സിന്റെ ഉള്ളിൽ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ അവനെ കുറിച്ച് റബ്ബിന്റെ വാക്ക് കണ്ടില്ലേ? അവന് നമ്മൾ ജഹന്നമാകുന്ന നരകം വെച്ചിട്ടുണ്ട് നബിയേ. ആ ജഹന്നമിൽ അവൻ കടക്കേണ്ടി വരും, ആക്ഷേപാർഹരിൽ കടക്കേണ്ടി വരും. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണം റഹ്മാനേ. ദുനിയാവിന്റെ കാര്യലാഭങ്ങളും സ്ഥാനമാനങ്ങളും ചിന്തിക്കാതെ നിന്നിലേക്ക് ഖൽബ് തിരിച്ച് നിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് നിന്നെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് തരണം റഹ്മാനേ. ആ ചിന്ത ഖൽബിലുണ്ടാകുമ്പോൾ ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണോ അല്ലാഹുവിന്റെ കൽപ്പന, എന്താണോ അവിടുന്ന് വിരോധിച്ചത്, എന്താണോ എന്റെ സർവ്വ നന്മയുടെയും നിമിത്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്, അതെന്റെ ജീവിതത്തിൽ എടുക്കണം. എന്താണോ അവിടുന്ന് വിരോധിച്ചത്, അതെന്റെ ജീവിതത്തിൽ കൈയൊഴിക്കണം. ഈ ചിന്തയോടെ ജീവിക്കുന്നതിന്റെ പുറമെ ജീവിതത്തിൽ വല്ല അപാകതകളോ തെറ്റുകളോ വന്നു പോയെങ്കിൽ അതിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ തൗബയുടെ ചിന്ത, അങ്ങേയറ്റത്തെ ഖേദത്തിന്റെ ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നു. പറയട്ടെ, ഏതൊരു പ്ലേറ്റും ആ പ്ലേറ്റിൽ കുറെ കച്ചറകൾ ഉണ്ടെങ്കിൽ, അതേ ഒരു പ്ലേറ്റിൽ കുറെ മ്ലേച്ഛ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കഴുകാതെ ആ പ്ലേറ്റിലേക്ക് നല്ല വസ്തു ചൊരിച്ചു തരുന്നതിനർത്ഥമില്ലല്ലോ. ആ പ്ലേറ്റ് കഴുകാതെ ആ പ്ലേറ്റിൽ ഒരു മുന്തിയ സാധനം തരുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ. ഇതുപോലെ സാലിഹീങ്ങൾ അവരുടെ മാർഗത്തിലേക്ക് നമ്മളെ കൂട്ടുന്നത് തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചീത്തയായ വിഷയങ്ങളും അങ്ങ് കഴുകി വൃത്തിയാക്കി പ്ലേറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അതിന് ആ പ്ലേറ്റ് കാണാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകമെന്നവർ. നമ്മുടെ മനസ്സ് തൗബ കൊണ്ടാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. മനസ്സിന്റെ ശുദ്ധി അതിനേറ്റവും അനിവാര്യമായ വിഷയം നമ്മുടെ മനസ്സിന്റെ അങ്ങേയറ്റത്തെ ഖേദമാണ്. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളിലും അങ്ങേയറ്റത്തെ ഖേദം അവിടെയാണ്. ഏത് നന്മയുടെ വിത്തും മനസ്സിൽ അതാ മുളക്കുന്നത്, സാലിഹീങ്ങൾ മുളപ്പിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിൽ എന്തെല്ലാം ചീത്തയായ വികാരങ്ങളുണ്ടോ അത് കൈയൊഴിക്കുന്നതോടുകൂടി ഞാനൊരു പാപിയല്ലേ, ദോഷിയല്ലേ എന്ന ചിന്ത, ആ ചിന്തയിൽ അതാ അറിയാതെ നമ്മൾ പൊട്ടിപ്പോകണം, കരഞ്ഞു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ പതിവതാണ്, മഹാന്മാരെ പതിവതാണ്. ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറഞ്ഞു നിർത്തട്ടെ. സഅലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ കുളിക്കുന്ന രംഗത്തേക്ക് കണ്ണങ്ങ് പെട്ടുപോയത്. സുബ്ഹാനല്ലാഹ്, അറിയാതെ പെട്ടുപോയ കണ്ണ് തിരിക്കുന്നതിന് പകരം ഒന്നുകൂടി അങ്ങ് നോക്കിപ്പോയി. മനസ്സിലതാ പെട്ടെന്നൊരു വേണ്ടാത്ത വിചാരം തോന്നി. ആ പെണ്ണിനെ ഒന്നുകൂടി അങ്ങ് നോക്കിപ്പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ മഹാനവറുകളുടെ മനസ്സിൽ വേദന വന്നു. ഞാൻ ചെയ്തത് തെറ്റല്ലയോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഹറാമായ വ്യഭിചാരം നടത്തിയിട്ടില്ല, നിമാത്ത് നടത്തിയിട്ടില്ല, മറ്റ് ഹറാമൊന്നും ചെയ്തിട്ടില്ല, കണ്ണുകൊണ്ട് നോക്കിപ്പോയതേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ പെട്ടെന്ന് തന്നെ അതേ ഞാൻ നോക്കിയത് തെറ്റല്ലേ അല്ലാഹ്. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലെത്തുമ്പോ ഞാൻ എന്റെ ഈ തെറ്റ് ചെയ്ത കണ്ണുകൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന ചിന്തയാണ്. പിന്നെ സഅലബത്ത് റളിയല്ലാഹു അൻഹു ഓടുകയാണ്, മനസ്സിന്റെ ബേജാറ് കൊണ്ട് ഓടുകയാണ്. ഓടിപ്പോയ സഅലബത്ത് റളിയല്ലാഹു അൻഹു പർവ്വതത്തിന്റെ മേലെ കയറി അതിന്റെ ഒരു പർവ്വതത്തിന്റെ ഇടുക്കിൽ
ഇങ്ങനെ നിൽക്കുകയാണ്. മക്ക മദീനയുടെ ഇടയ്ക്കൊരു പർവ്വതത്തിനുള്ളിൽ നിൽക്കുന്ന മഹാനവറുകൾ 40ഓളം ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് റബ്ബിനോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബിയേ, അങ്ങേക്ക് ഖിദ്മത്ത് എടുക്കുന്ന സഅലബത്തിനെ കാണുന്നില്ലല്ലോ. അതാ അങ്ങ പർവ്വതത്തിന്റെ ഇടയ്ക്കതാ അവിടുന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ഓടിപ്പോയതാണ്. അവിടെ നിൽക്കുന്നുണ്ട്. അന്നൽ ഹാരിബ മിൻ ഉമ്മത്തിക ബൈന ഹാദിഹിൽ ജിബാലി യഊദു ബി മിൻ ഹരീബ്. എന്റെ നരകത്തിൽ എന്നോട് കാവലും ചോദിച്ചുകൊണ്ട് തങ്ങളെ ഉമ്മത്തിൽ ഓടിപ്പോയ സഅലബത്ത പർവ്വതത്തിന്റെ ഇടയ്ക്കുണ്ടെന്ന് അല്ലാഹ് നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട് നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും അയച്ചു. നിങ്ങൾ പോയി സഅലബത്തിനെ കൂട്ടിക്കൊണ്ടുവരൂ. രണ്ടാളും പുറപ്പെട്ട് അവിടെ എത്തി നോക്കുമ്പോ സഅലബത്തിനെ കാണുന്നില്ല. ആട്ടിനെ മേക്കുന്ന ദുഫാഫത്ത് അവിടെയുണ്ട്. ദുഫാഫത്തെ, നിനക്കൊരു ചെറുപ്പക്കാരനെ പരിചയമുണ്ടോ? ദുഫാഫത്തിന്റെ ചോദ്യം, ലഅല്ലക തുരീദുൽ ഹാരിബ മിൻ ജഹന്നം, ജഹന്നമിൽ നോടിപ്പോകുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണോ നിങ്ങളെ ഉദ്ദേശം? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചോദ്യം, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? രാത്രി പാതിരാ സമയമായാൽ ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിനോട് അതാ പൊട്ടിക്കരയലാണ് ഒരു മനുഷ്യൻ. ആ ചെറുപ്പക്കാരനായിരിക്കുമെന്ന ധാരണയിലാണ് ഞാൻ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നിങ്ങൾ രാത്രി വരൂ, അദ്ദേഹം ഇറങ്ങി വന്നാൽ വിവരം തരാം. ഉമർ റളിയല്ലാഹു അൻഹും സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹും മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന സമയത്ത് ദുഫാഫത്ത് വിവരം കൊടുത്തതനുസരിച്ച് ചെന്ന് ദുഫാഫത്ത് നേരെ ചെന്നിട്ടൊരു പിടുത്തമിങ്ങി പിടിച്ചു. അൽ അമാൻ അൽ അമാൻ മതൽ ഖലാസ് മിനന്നാർ. എപ്പോഴാണ് നരകത്തിൽ നിന്ന് രക്ഷ? എപ്പോഴാണ് എനിക്ക് രക്ഷ? അതേ നാവിന്റെ മേലെ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമറാണ് സഅലബത്തെ. ഉടനെ തന്നെ ചോദ്യം, അലിമ റസൂലുള്ളാഹി ബിദംബി, എന്റെ പാപം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞു പോയോ? ഓ മുഅ്മിനീങ്ങളെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഏത് തെറ്റും ചെയ്യുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നത് അതേ ഞാൻ ചെയ്യുന്നു മറ്റൊരാൾ അറിയുന്നില്ലെന്നാണ്. പക്ഷേ അല്ലാഹു അറിയുന്നു, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അറിയുന്നു, അതേ അതുപോലെ കുടുംബങ്ങൾ അറിയുന്നു. അതല്ലേ നമ്മൾ തുടക്കം പറഞ്ഞു വന്നത്. നബി തങ്ങൾ അറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞോ എന്ന ചോദ്യത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്കതറിയില്ല, എന്നോട് പറഞ്ഞത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്തെ എന്നെ നിങ്ങൾ കയറ്റിക്കൊണ്ടു പോകാവൂ, അല്ലെങ്കിൽ അവിടുന്ന് ഇഖാമത്ത് കൊടുത്തതിന് ശേഷമേ എന്നെ വിളിക്കാവൂ. ഇരിക്കട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്താണ് കയറി വരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നപ്പോ ബഹുമാനപ്പെട്ട സഅലബത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ട് ബോധരഹിതനായി വീണു. അതേ സഅലബത്ത് റളിയല്ലാഹു അൻഹു കിടക്കുന്നു. രണ്ടാളും നിസ്കാരത്തിലേക്ക് കടന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, ഉമറേ, സഅലബത്ത് എവിടെ? നബിയെ, ബോധം കെട്ട് വീണിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തേക്ക് വന്നു. സമീപത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സഅലബത്തേ, എന്തേ വിഷയം? ദംബി ദംബി ദംബി, എന്റെ പാപം നബിയെ, എന്റെ തെറ്റ് നബിയെ, എന്റെ തെറ്റ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എനിക്ക് ദുനിയാവിൽ ഖൈർ തരണേ, ആഖിറത്തിലും ഖൈർ തരണേ, നരകശിക്ഷ എനിക്ക് കാക്കണേ. ഇങ്ങനൊരു ദുആ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലേ സഅലബത്തെ? നീ ഇഖ്ലാസോടെ ആ ദുആ അങ്ങ് നടത്തിക്കോ, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചോ. നബിയെ, ദംബി അഅ്ലമു മിൻ ദാലിക, എന്റെ തെറ്റ്
ഞങ്ങൾക്ക് അതിലൊക്കെ വലുതാണ് നബിയെ. അല്ല അല്ല, കലാമുല്ലാഹി അഅ്ലമു, അള്ളാന്റെ കലാം അതിനേക്കാൾ വലുതാണ് സഅലബത്തെ. വീട്ടിലേക്ക് മടങ്ങിക്കോ. വീട്ടിലേക്ക് പോയ സഅലബത്ത് അതാ രോഗം പിടിച്ചുപോയി. ഒരു ചെറിയ തെറ്റ് വന്നതിലുള്ള ഖേദമാണ്, മാനസികമായ ടെൻഷനാണ്. കിടക്കുകയാണ് രോഗം വിളിച്ച്. സൽമാൻ റളിയല്ലാഹു അൻഹു വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തേക്ക് ചെന്നു. നേരെ ചെന്നിട്ട് സഅലബത്തിന്റെ തലയെടുത്ത് മടിയിലങ്ങ് വെച്ചപ്പോ സഅലബത്ത് മെല്ലെ തലയങ്ങ് വലിച്ചു കളഞ്ഞു. എന്തിനാണ് സഅലബത്തെ നീ തല വലിച്ചത്? നബിയേ, എന്റെ തല അവിടുത്തെ മടിയിൽ വെക്കാൻ കൊള്ളൂല നബിയേ. തെറ്റുവന്ന തലയാണ് നബിയേ. സഅലബത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. എന്താണ് സഅലബത്തെ നിനക്ക് വിഷയമുള്ളത്? ഉറുമ്പിരിയും പോലെ തോന്നുന്നു നബിയേ. എന്താ നിനക്ക് വേണ്ടത്? മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബെനിക്കൊന്ന് മാപ്പ് തരലാണ് നബി ആവശ്യം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ. അതേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആശമുറിയരുതെന്നല്ലേ റബ്ബ് പറഞ്ഞത്. ആശമുറിയേണ്ട സഅലബത്തെ റബ്ബ് നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോഴേക്ക് അവിടെ മറിഞ്ഞു വീണങ്ങ് വഫാത്തായി പോയി സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വല്ല അപാകതകളും വന്നുപോയോ? ഓ സഹോദരിമാരെ, വല്ല തെറ്റും ചെയ്തു പോയോ? മനസ്സ് ശുദ്ധിയാകണോ? ശരീരം ശുദ്ധിയാകണോ? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ മലക്കുകളുള്ളത്? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അമ്പിയാക്കളുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ അർഹത ഈ പാവപ്പെട്ടവരുണ്ടോ? എല്ലാവരിലും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയവരായിരിക്കില്ലേ? നമ്മൾ ആരും തന്നെ വലിയവരെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. ആരും അല്ലാഹുവിനെ ധിക്കരിക്കണമെന്ന നിലക്ക് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. മറിച്ച് ദുർബല നിമിഷങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടാകാം. പിശാചി നമ്മളെ കൊണ്ടുപോയി വലയിൽ ചാടിച്ചിട്ടുണ്ടാകാം. അതിന് ഖൽബ് കൊണ്ടുള്ള ഖേദമല്ലേ ചികിത്സയുള്ളൂ. മഹാനായ സഅലബത്ത് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ കാലിന്റെ വിരൽ കുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തം. സഹാബത്ത് മുഴുവനും കഴിഞ്ഞപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് റഅയ്നാക തംശീ, ഓ നബിയേ, തങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ. അലാ അത്റാഫി അനമിലിക, കാലിന്റെ വിരലിന്റെ തല കുത്തിയിട്ടല്ലേ നടന്നത്? എന്തേ നബിയേ? അപ്പോഴവിടുത്തെ മറുപടിയിലും ഈ സഅലബത്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ചെറുപ്പക്കാരൻ ആ സഅലബത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിന് വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളുടെ വർദ്ധനവിനാൽ എന്റെ കാല് വെക്കാൻ ഇടം കിട്ടിയില്ല. ഓ സഹാബികളെ, മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ഖേദത്തോടെ ആയിരക്കണക്കിന് യതീമുകളും അതുപോലെ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാദാത്തുക്കളുമുള്ള സദസ്സിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി എപ്പോൾ വിളിച്ചാലും പോകാൻ പറ്റുന്ന വിധം നമ്മുടെ മനസ്സും ശരീരവും അവയവങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, അത്തരത്തിലുള്ള മജ്ലിസുകളായി ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ.